ഫോൺ പേ നിർത്തലാക്കുക. ഗൂഗിൾ പേ നിർത്തലാക്കുക. ഗൂഗിൾ പേ നിർത്തലാക്കുക. ഫോൺ പേ നിർത്തലാക്കുക. ഗൂഗിൾ പേ നിർത്തലാക്കുക. മുതലാളിത്തം തൊലയട്ടെ. നിർത്തലാക്കുക. ഗൂഗിൾ പേ നിർത്തലാക്കുക. ഫോൺ പേ നിർത്തലാക്കുക. ഇതെന്താ സംഭവം? ഫോൺ പേ ഞങ്ങളോടുള്ള അവഗണന അവസാനിപ്പിക്കുക. മുഖ്യമന്ത്രി രാജിവെക്കുക. ഞങ്ങളോടുള്ള അവഗണന അവസാനിപ്പിക്കുക. ഫോൺ പേ നിർത്തലാക്കുക. ഞങ്ങളെ രക്ഷിക്കുക. മുഖ്യമന്ത്രി രാജിവെക്കുക. അല്ല കൈമാരെ, ഈ ഗൂഗിൾ പേയും ഫോൺ പേയും മുഖ്യമന്ത്രിയായിട്ട് എന്താ ബന്ധോ? ഞങ്ങളെ പ്രശ്നം ഞങ്ങൾക്കേ അറിയുള്ളൂ. എന്താ ഇപ്പൊ നിങ്ങളെ പ്രശ്നം? അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ എന്ത് ബുദ്ധിത്തരാ പറയുന്നത്? ഞങ്ങൾക്കും ജീവിക്കണം. അതിന് മുഖ്യമന്ത്രി രാജിവെക്കണം. എല്ലാത്തിന്റെയും സമരത്തിന്റെ അവസാനം മുഖ്യമന്ത്രി രാജിവെക്കുകയാണല്ലോ. നിങ്ങൾ ഏതാ സംഘടന? എന്തെങ്കിലും ഒന്ന് പറയും. നിങ്ങൾ മുഖ്യമന്ത്രി രാജിവെക്കുക അങ്ങനെ പറഞ്ഞിട്ട് വരുന്നുണ്ടോ? അല്ല, ഞങ്ങൾക്ക് ഞങ്ങളെ പ്രശ്നം വലുത്. ഞങ്ങളെപ്പോലെ ആയിരക്കണക്കിന് ആൾക്കാർ ഇന്ന് ഒരേ ദിവസം സമരം ചെയ്യുന്നുണ്ട് ഇവിടെ. അതറിയാം നിങ്ങൾക്ക്? അതൊക്കെ നമുക്ക് ശരിയാക്കുക. നിങ്ങൾ ഇങ്ങോട്ട് വരി, ഒന്ന് എഴുന്നേൽക്കി. പാരമ്പര്യമായിട്ട് ഞങ്ങൾ തുടർന്ന് വരുന്ന ജോലി അത് ഇല്ലാതൊക്കെ ഒരാളെ ഞങ്ങൾ സമ്മതിക്കില്ല. പോരാളികൾ സമ്മതിക്കില്ല. അതിനാരും വ്യാമോഹിക്കണ്ട. നിങ്ങൾ കാര്യം സംസാരിക്കാൻ എന്താ പ്രശ്നം? ഇപ്പോ ഇങ്ങോട്ട് എണീച്ച് വരി, നമ്മൾ കാര്യങ്ങൾ സംസാരിക്കാലോ. അല്ല ചങ്ങായിമാരെ, എന്തേത്താ ഇപ്പൊ നിങ്ങളെ ജോലി? നിങ്ങളൊന്ന് പറയും. ഞങ്ങൾ കഷ്ടപ്പെട്ട് രാവിലെ തന്നെ ഓരോരുത്തരുടെ പുറകെ പോയിട്ട് പോക്കറ്റ് അടിക്കില്ല ഞങ്ങളുടെ പരിപാടി. പോക്കറ്റ് അടിയോ? എന്നാലോ കിട്ടുന്നത് എന്താ? ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെന്താ അടിക്കാത്ത ഒരു ലോട്ടറി. ഞങ്ങൾ എന്ത് ചെയ്യും ചേട്ടാ? ഞങ്ങൾ എങ്ങനെ ജീവിക്കും? നിർത്തലാക്കണ്ടേ ഈ കോപ്പൊക്കെ? നിങ്ങൾ നോക്കി, നിങ്ങളെ പേഴ്സിൽ എന്താ ഉണ്ടോ നോക്കി. എനിക്ക്